ഉദാഹരണം, നാരദ മഹർഷി കൃഷ്ണ ഭഗവാനോട് ഒരിക്കൽ ചോദിച്ചു, ഭഗവാനെ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തൻ ആരാന്ന് ചോദിച്ചു. അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തൻ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തൻ അവിടെ ഒരു കർഷകനുണ്ട്, അയാളെയാണ്. അപ്പൊ നാരദ മഹർഷി എപ്പോഴും നാരായണ 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 എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളല്ലേ, എപ്പോഴും ഭഗവാനെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ നാരദ മഹർഷിക്ക് ഉള്ളിൽ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, സങ്കടമായി. അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ ഓരോ കഥകളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതുപോലെ ഏത് സംശയം എപ്പോഴുണ്ടായാലും അത് അനുഭവത്തിലൂടെ, ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ പുതിയ തന്ത്രം നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കൊല്ലമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അനുഭവത്തിലൂടെ, പ്രവൃത്തിയിലൂടെ പഠനം. അതെന്തോ ഒരു പുതിയ സംഭവമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകന്മാർ അവതരിപ്പിക്കുന്നത്. ശശിമാഷ് പോയോ? പുതിയ ചിന്തകന്മാരുടെ ഒരു വിചാരം എന്താ അറിയാമോ? ഈ കാലത്ത് കണ്ടുപിടിച്ചതാണ് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികളിലൂടെ, പ്രവർത്തികളിലൂടെ ഉള്ള വിജ്ഞാനം. പക്ഷെ ഇത് കൃഷ്ണ ഭഗവാൻ പണ്ടേ നടപ്പിലാക്കിയ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇതൊക്കെ അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അനുഭവത്തിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, അങ്ങനെ നാരദന് സംശയമുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാമല്ലോ. എന്നിട്ട് നാരദന മഹർഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, നാരദ ഒരു കാര്യം ചെയ്യണം, ഈ പാത്രം നിറയെ എണ്ണ ഞാൻ തരാൻ പോവാണ്. എണ്ണ നിറഞ്ഞൊരു പാത്രം കൊടുത്തു. നിറച്ച എണ്ണയുള്ള പാത്രവുമായിട്ട് ഈ നാരദനോട് പറഞ്ഞു, ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ലോകം ഒരു പ്രാവശ്യം ചുറ്റി വരാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഈ എണ്ണപാത്രവുമായി നാരദ മഹർഷി ലോകം മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റാണ്. ലോകം ചുറ്റി തിരിച്ചെത്തി. ലോകം ചുറ്റി തിരിച്ചെത്തി കഴിഞ്ഞപ്പോ ഭഗവാൻ ചോദിച്ചു, അല്ലയോ നാരദ മഹർഷിയെ, ലോകം ചുറ്റാൻ പോകുന്ന സമയത്ത് എത്ര പ്രാവശ്യം താങ്കൾ എന്നെ ഓർത്തു എന്ന് ചോദിച്ചു. അപ്പൊ നാരദൻ പറഞ്ഞു, ഒരിക്കലും ഓർത്തില്ല. അതിന്റെ ഓർക്കാൻ മറന്നുപോയി. എന്താ കാര്യം? എണ്ണ തുളുമ്പി പോകുമെന്നുള്ളതായിരുന്നു എന്റെ ശ്രദ്ധയിൽ. എന്റെ കുറ്റാണോ? അല്ലല്ലോ. എണ്ണ തുളുമ്പി പോകുമോ എന്ന ആശങ്കയിൽ ഭഗവാനെ അങ്ങ് ഓർക്കാൻ പറ്റിയില്ല. എന്നാൽ വേറെ കാര്യമുണ്ട് മോനെ, നമ്മുടെ ഈ കർഷകനുണ്ടല്ലോ, ആ കർഷകൻ ഒരു പീഡയെറുമ്പിലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന രൂപത്തിൽ സദാസമയം എന്നെ ഓർക്കുന്നയാളാണ്. രാവിലെ കൃഷിക്ക് ഇറങ്ങുമ്പോൾ മുതൽ പണിയെടുത്ത് അവസാനം കൈയും കാലും കഴുകി കയറി ചെന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ച് ഉറങ്ങുന്നത് വരെ, ആദ്യം മുതൽ അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ വിളിക്കും, ഓർക്കും. എല്ലാ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ദുരിതങ്ങളും ചുമന്ന് ജീവിതഭാരം കൊണ്ട് അലയുന്ന കർഷകൻ ഒരു നിമിഷം പോലും എന്നെ ഓർക്കാതെ പോകാറില്ല. ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഒരു പീഡ എറുമ്പിനും, ഒരു ഉറുമ്പിന് പോലും എന്നെ കൊണ്ട് ഒരു തരത്തിലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ എനിക്ക് എപ്പോഴും തരണേ ഭഗവാനെ. മാത്രമല്ല ഒന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ്? കരുണാകര നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഭഗവാനെ കരുണാകര, അങ്ങയുടെ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇല്ലാണ്ടായി പോകരുത്. ഒരിക്കൽ പോലും ഊണിലും ഉറക്കത്തിൽ പോലും ഭഗവാനെ മറന്നു പോകാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന, സകല സമയത്തും ഈശ്വരനെ എന്താണ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന, വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് കഠിനാധ്വാനം ചെയ്യുമ്പോഴും, ഏത് കഷ്ടപ്പാടുള്ളപ്പോഴും, സുഖമുള്ളപ്പോഴും, സന്തോഷമുള്ളപ്പോഴും എന്നെ മറക്കാത്ത കർഷകനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ന് പറഞ്ഞപ്പോ എണ്ണയും കൊണ്ട് പോയി വന്ന നാരദന് കാര്യം മനസ്സിലായി. ശരിയാണ്, ഇങ്ങനെയാണ് കൃഷ്ണ ഭഗവാൻ ഓരോ